എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം സ്വദേശ് മെഗാ ക്വിസ് LP വിഭാഗ സ്കൂൾ തല ക്വിസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്? ഉത്തരം, 1889. അടുത്ത ചോദ്യം, ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം, 52 സെക്കൻഡ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? ഉത്തരം, കെ കേളപ്പൻ. നമുക്കറിയാം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് കെ കേളപ്പൻ. അദ്ദേഹമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്? ഉത്തരം, ഗുജറാത്തി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം, എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്? ഉത്തരം, 1857. അടുത്ത ചോദ്യം, 2024 കേരള ശ്രീ അവാർഡ് നേടിയ കായിക താരമാര്? ഉത്തരം, സഞ്ജു സാംസൺ. ക്രിക്കറ്ററായ സഞ്ജു സാംസണാണ് 2024 കേരളശ്രീ അവാർഡ് നേടിയ കായിക താരം. ആടുജീവിതം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം, ബെന്യാമിൻ. അടുത്ത ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, തിരുവനന്തപുരം. നമുക്കറിയാം, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം, കെ തായാട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം, ഡൽഹി. നമുക്കറിയാം, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ പേരാണ്? ഉത്തരം, താന്തിയ തോപ്പി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട സ്റ്റേഷൻ? ഉത്തരം, പീറ്റർ മാരിറ്റ്സ്ബർഗ്. അടുത്ത ചോദ്യം, ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരനാര്? ഉത്തരം, ശുഭാംശു ശുക്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം, ആനി ബസന്റ്. അടുത്ത ചോദ്യം, എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. 1941 ജനുവരി 15 AICC യോഗത്തിൽ പ്രസംഗിക്കവേ ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു? ഉത്തരം, സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം, രാജസ്ഥാൻ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ഡോക്ടർ സലീം അലി. അടുത്ത ചോദ്യം, അതിർത്ത് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ.
അടുത്ത ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഇത്രയുമാണ് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ഇത് കൃത്യം പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നേടാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.